യദു നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കളിച്ച് കളിച്ച് കളി കാര്യമായി എന്നല്ലേ. അപ്പോൾ അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് എപ്പോഴും പലർക്കെതിരെയും പല കാര്യങ്ങളും പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ അത് സംഗതി സീരിയസ് ആയിരിക്കുകയാണ്. അതായത് ഖമനേയ്ക്കെതിരെ ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ 40 വർഷമായിട്ടുള്ള ഖമനേയുടെ ഭരണം അവസാനിപ്പിക്കാൻ സമയമായി, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനുണ്ട്, അതുപോലെ തന്നെ സ്വന്തം ജനതയെ കൊന്നൊടുക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം മാറിയിരിക്കുന്നു, ഇപ്പോൾ ഭരണം മാറണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു മറയുമില്ലാതെ അല്ലെങ്കിൽ അപ്പോൾ വന്ന സമയത്ത് തോന്നിയത് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ പറഞ്ഞു വെക്കുകയുണ്ടായി. പക്ഷേ ട്രംപ് എപ്പോഴും വിചാരിക്കുന്നത് മറ്റുള്ളവരോട് താൻ എന്ത് പറയുമ്പോഴും അവർ പേടിച്ചിരിക്കും, താൻ ലോകരാജ്യമാണല്ലോ, അങ്ങനെ പേടിച്ചിരിക്കുമെന്നായിരുന്നു. പക്ഷേ ഇറാന്റെ സൈനിക വക്താവ് ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. തങ്ങളുടെ നേതാവിന് നേരെ ഒരു വിരൽ ചൂണ്ടിയാൽ ആ ചൂണ്ടുന്നവന്റെ എന്താണോ ആ രാജ്യം തന്നെ തങ്ങൾ അപ്രത്യക്ഷമാക്കി കളയും, അല്ലെങ്കിൽ ആ വ്യക്തി പിന്നീട് ഉണ്ടാവില്ല എന്ന രീതിയിലൊക്കെ തിരിച്ചവർ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്രംപിന് ചെറിയൊരു പേടിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. എല്ലായിടത്തും പറയുന്ന പോലെ ഇറാനോട് കളിക്കരുത് എന്നൊരു ചെറിയ ധാരണയൊക്കെ ട്രംപിന് ഇപ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ട്രംപ് തിരിച്ച് എന്തായാലും പറഞ്ഞു പോയില്ലേ, തിരിച്ച് പ്രതികരിക്കണമല്ലോ. അപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് തനിക്ക് നേരെ ഒരു വധഭീഷണി അത് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് ഏതെങ്കിലും തരത്തിൽ തെളിയിക്കപ്പെട്ടാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഭൂപടത്തിൽ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും ഇപ്പോൾ പരസ്പരം രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. ലോകശക്തിയാണ് എന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോൾ പോലും അപ്പുറത്ത് ഇറാൻ ഒട്ടും കുറവല്ല, ഒപ്പത്തിനൊപ്പം നിൽക്കാൻ തങ്ങൾക്ക് പറ്റുമെന്നുള്ള രീതിയിൽ ഇത്ര കാലങ്ങളായി നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായിരിക്കും ഈ ഒരു പശ്ചിമേഷ്യയുടെ ഭാവി, അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും? ഇല്ല, ഇതിൽ വിദ്യ ഈ ഇറാനിലേക്ക് ഇപ്പോൾ ഒരു ആക്രമണം നടത്തുമെന്ന നിലയിൽ ട്രംപ് പറയുന്ന വാദങ്ങളൊന്നും മുഖവിലക്കെടുക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം മുതലേ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഒരു നയം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇറാനിലേക്ക് അമേരിക്ക ഒരു സൈനിക നീക്കം നടത്തില്ല എന്നുള്ളതാണ്. അതായത് ട്രംപ് എപ്പോഴും പറയുന്ന ഈ വീരവാദങ്ങൾ, വെല്ലുവിളികൾ സ്വന്തം മുഖം സംരക്ഷിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും വലിയ ശക്തി താനാണ്, താൻ പറയുന്നതനുസരിച്ചാണ് ലോകം മുന്നോട്ട് പോവുക എന്ന് തെളിയിക്കാനോ ഒക്കെ വേണ്ടിയാണ് ഒരു കാട്ടിക്കൂട്ടലാണ് ശരിക്കും ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിദ്യ നേരത്തെ പറഞ്ഞല്ലോ, ട്രംപിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വധഭീഷണി ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്നാൽ താൻ അത് ചെയ്യും ഇത് ചെയ്യുമെന്നൊക്കെ ട്രംപ് പറഞ്ഞുവെന്ന്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു വധഭീഷണി വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. അതായത് ഇറാനിലെ ടെലിവിഷൻ മാധ്യമങ്ങൾ അവരുടെ ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ട്രംപിന് നേരെ പണ്ട് നടന്ന ഒരു വധശ്രമത്തിൻ്റെ വീഡിയോ കഴിഞ്ഞ ആഴ്ച പുറത്തുവിട്ടിരുന്നു. അതായത് ട്രംപിന് നേരെ ഉണ്ടായ ഒരു വധശ്രമത്തിൻ്റെ വീഡിയോ പുറത്തുവിട്ടിട്ട് അവർ സൂക്ഷിച്ചോ എന്ന മട്ടിലേക്ക് ഒരു തലക്കെട്ടും കൊടുത്തിട്ട് ഇറാൻ്റെ സ്റ്റേറ്റ് TV ഉൾപ്പെടെയുള്ളവർ ഇത് പ്രസിദ്ധീകരിച്ചിരുന്നു. അത് വലിയ വാർത്തയായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് വേണ്ടി വന്നാൽ ട്രംപിനെ വധിക്കാനും ഞങ്ങൾക്ക് മടിയില്ല എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നതായിട്ടാണ് അന്ന് ഇതിനെ വ്യാഖ്യാനിച്ചത്. ഈ അമേരിക്കയായാലും ഇറാനായാലും പറയുകയും ചെയ്യുകയും ചെയ്യുന്ന പല കാര്യങ്ങൾക്കും പല വ്യാഖ്യാനങ്ങളുമുണ്ട്. ഇപ്പോൾ ട്രംപ് വെനിസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുവന്നപ്പോൾ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട വലതുപക്ഷ തീവ്ര സയനിസ്റ്റ് വാദികൾ ഇറാനോട് പറഞ്ഞത് നിങ്ങൾ ഇതൊന്ന് കണ്ടോളൂ എന്നാണ്. അതായത് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയിയോട് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ സയനിസ്റ്റ് നേതാവായിട്ടുള്ള എയർ ലാപ്പിഡ് പറഞ്ഞത് ഇത് കാണണം, വെനസ്വേലയിൽ സംഭവിച്ചത് എന്താണെന്ന് ഇറാൻ മനസ്സിലാക്കണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഖാംനെയിക്ക് ഈ അവസ്ഥ വരും, ഇറാനിലേക്കും വേണമെങ്കിൽ ട്രംപിൻ്റെ ഡെൽറ്റ ഫോഴ്സ് കടന്നു കയറും, ഇറാൻ്റെ ആത്മീയാചാരനായിട്ടുള്ള പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയിയെ വന്ന് തട്ടിയെടുത്ത് കൊണ്ടുപോകാൻ അമേരിക്കയ്ക്ക് ഒരു മടിയുമില്ല എന്നാണ് ഇസ്രായേൽ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് നേരിട്ട് പറയുന്നില്ല, പക്ഷെ പരോക്ഷമായിട്ട് അങ്ങനെ ചില സൂചനകൾ, ഹിൻഡുകളൊക്കെ ഈ അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം യുദ്ധങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓരോരോ രാജ്യങ്ങളും അവരുടെ പ്രതിനിധികളും പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇറാൻ്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ ഉൾപ്പെടെ ട്രംപിന് നേരെ ഒരു വധശ്രമത്തിൻ്റെ പഴയ വീഡിയോ പങ്കുവയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വരുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ട്രംപ് സൂക്ഷിച്ചോളൂ, ഞങ്ങൾക്ക് നേരെ എന്തെങ്കിലും പണിയുമായിട്ട് വന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ആവർത്തിക്കും, വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സൂചന. എന്തായാലും ആ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം പൂച്ച പമ്മുന്നത് പോലെ ട്രംപ് പമ്മിയിട്ടുണ്ട്. കാരണം അതുവരെ ഇപ്പോൾ ഇറാനിലേക്ക് ആക്രമണം നടത്തും, ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയിയെ പിടിച്ചുകൊണ്ട് വരും എന്ന മട്ടിലൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങൾ വല്ലാത്ത രീതിയിൽ വാർത്തകളും വീഡിയോകളും നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം, കേരളത്തിലും നിരവധി യൂട്യൂബർമാർ, പല ചാനലുകളും ഇപ്പോൾ ഖാംനെയിയെ അമേരിക്ക തൂക്കിക്കൊണ്ട് വരും, അല്ലെങ്കിൽ ഖാംനെയിയെ തീർക്കും, വധിക്കും, അതുപോലെ തന്നെ ഇറാനിലേക്ക് അമേരിക്കയുടെ ഒരു വലിയ സൈനിക നീക്കം ഉണ്ടാകും, ഇറാൻ്റെ തകർച്ച ഉടൻ ഉണ്ടാകും എന്ന മട്ടിലൊക്കെ നിരവധി വീഡിയോകളും വാർത്തകളും ഒക്കെ ഇവിടുന്ന് പോയിട്ടുണ്ട്.
അപ്പോഴൊക്കെ നമ്മൾ സ്വീകരിച്ച നിലപാട് എന്താണ്? നമ്മൾ പറഞ്ഞു ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, വെറുതെ ഇരുന്ന് പറയാം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു 2 വർഷക്കാലത്തോളം പറഞ്ഞത് നമുക്കറിയാം. ഹമാസിനെ ഇല്ലാതാക്കും, ബന്ദികളെ ഉടൻ ഇസ്രായേലിൻ്റെ സൈന്യം തന്നെ ബന്ദികളെ മോചിപ്പിക്കും എന്നൊക്കെ 2 വർഷത്തോളം പറഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത്? ഹമാസിൻ്റെ കാരുണ്യത്തോടു കൂടിയാണ് ആ ബന്ദികളെ വീണ്ടും കിട്ടിയത്. അതായത് ഒരു വെടിനിർത്തൽ കരാറിൽ ഹമാസുമായിട്ട് ഒപ്പിടേണ്ടി വന്നു ഇസ്രായേലിന്. അവിടെ ഹമാസുമായി ഒരു ചർച്ചയ്ക്കില്ല, ഹമാസിനെ ഇപ്പോൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ഇസ്രായേലിന് ഒടുവിൽ ഹമാസുമായിട്ട് ഒരു ചർച്ച നടത്തി ഹമാസ് പറഞ്ഞ കാര്യങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ട് ഒരു കരാറിൽ ഒപ്പിടേണ്ടി വന്നു ബന്ദികളെ തിരിച്ചു കിട്ടാൻ. അപ്പോൾ ഈ ലോകശക്തികളെന്ന് പറയുന്ന ആളുകൾ നിരന്തരമായി നടത്തുന്ന ഇത്തരം തള്ളുകൾ, വീരവാദങ്ങൾ, അതൊക്കെ യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ്, അല്ലെങ്കിൽ യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കാത്തതാണ് എന്ന് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ട്രംപ് നടത്തുന്ന ഈ വെല്ലുവിളികൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയോട് വലിയ ശത്രുതാപരമായൊരു മനോഭാവം ട്രംപ് സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രംപ് എന്താ പറയുന്നത്? കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്ന വാർത്ത, ഇന്ത്യയുമായി അടുത്ത ബന്ധമാണ് ട്രംപിനുള്ളത്, ഇന്ത്യയുമായുള്ള ചങ്ങാത്തം ഊഷ്മളമാക്കും എന്നൊക്കെയാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ട്രംപ് വെല്ലുവിളിച്ച പല യൂറോപ്യൻ രാജ്യങ്ങളുമായും ട്രംപ് മയപ്പെടുകയാണ്. കാരണം ട്രംപിന് മനസ്സിലായി സകല രാജ്യങ്ങളെയും വെല്ലുവിളിച്ച് ഈ ലോകത്തൊരു യുദ്ധഭീതി നൽകിക്കൊണ്ട് പഴയ അധിനിവേശ സാമ്രാജ്യത്വ ഇടപെടലുകളൊന്നും ഇറാനും റഷ്യയും ചൈനയും ശക്തമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പഴയതുപോലെ പഴയ കാര്യങ്ങൾ അമേരിക്കയിൽ നടപ്പാക്കിയെടുക്കാൻ പറ്റില്ല എന്ന് ട്രംപിന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ട്രംപ് ഇപ്പോഴും വീരവാദം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും എന്നൊക്കെ പറയുകയാണ്. പക്ഷേ അതൊന്നും നടപ്പാകുന്നില്ല. അപ്പോൾ ഇത് ചോദിച്ച ചോദ്യം, ഈ പശ്ചിമേഷ്യയിലെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട അത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഭാവി എന്താണെന്നല്ലേ? ഞാൻ പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ എൻ്റെ ഒരു കണക്കുകൂട്ടൽ പ്രകാരം ഇറാനെ തൊടാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്ക് ഏതെങ്കിലും തരത്തിലൊരു ആക്രമണമോ കടുത്ത വെല്ലുവിളികൾ ഉയർത്തുന്ന വിധത്തിലുള്ള ഒരു അപ്രതീക്ഷിതമായ ബോംബിംഗ് ഉൾപ്പെടെയുള്ള നീക്കങ്ങളോ ഒക്കെ ഉണ്ടായാൽ ഇറാൻ അതിശക്തമായി തിരിച്ചടിക്കും. അത് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ കയ്യിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ തീവ്രത കുറഞ്ഞിരിക്കുന്ന സമയമാണ്. എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ അതിജീവിക്കുന്ന വിധത്തിലുള്ള മാരകമായ ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം ഇറാൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനെ തിരിച്ചടിക്കാൻ ഒരു മടിയുമില്ല. അതുകൊണ്ട് ഇറാനെ ആക്രമിക്കുക എന്നത് സംഭവിക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ ഇറാൻ്റെ ആധിപത്യത്തിലുള്ള തിരിച്ചടിയായിരിക്കും ഉണ്ടാകാൻ പോവുക. അതുകൊണ്ട് തന്നെ അത്തരമൊരു കടുത്ത നീക്കത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. അമേരിക്ക അത്തരമൊരു നീക്കത്തിലേക്ക് പോകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വീരവാദങ്ങളെല്ലാം തുടർച്ചയായി പൊളിഞ്ഞടങ്ങുകയും ഇറാനെ ഭയപ്പെടുന്ന വിധത്തിലേക്ക് ട്രംപ് പതുങ്ങിപ്പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന വിദ്യ. ഏതും അതുപോലെ തന്നെ ട്രംപിനെതിരെ ഈ ഒരു വധഭീഷണി ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നതല്ല. ഇലക്ഷൻ സമയത്തൊക്കെ നമ്മൾ ഈ ഒരു വാർത്ത ശ്രദ്ധിച്ചതാണ്, ട്രംപിനെതിരെ വധഭീഷണി ഉണ്ട് എന്നുള്ളൊരു കാര്യം. അതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് പറയുന്നത്, ഫസ്റ്റ് ടേൺ ട്രംപിൻ്റെ ഭരണകാലത്ത് നമ്മുടെ ഇറാനിലെ പരമോന്നത ഒരു ഉന്നത കമാൻഡറായിരുന്ന ഖാസിം സുലൈമാനിയെ വധിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ ഇറാൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ട്രംപ് ഇടപെടുന്നു തുടങ്ങിയ രീതിയിലൊക്കെ ട്രംപ് എല്ലാത്തിലും വലിഞ്ഞു കയറുക എന്ന് പറഞ്ഞാൽ ഒട്ടും തെറ്റാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എല്ലാത്തിലും വലിഞ്ഞു കയറാൻ തുടങ്ങിയപ്പോഴാണ് ഇറാൻ ഇത്ര രീതിയിൽ പ്രതികരിക്കാൻ, അല്ലെങ്കിൽ ഇറാന്റെ നേരത്തെ ഏത് സൂചിപ്പിച്ചതുപോലെ തന്നെ റഷ്യ, ചൈന ഒക്കെ ആയിട്ടുള്ള ആ വൻ ശക്തികളുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് ഇറാന് വലിയൊരു ശക്തി നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ഒരു പ്രകോപനം കൂടി ഉണ്ടായാൽ ട്രംപിനെതിരെ ഇത്തരത്തിലൊരു വധഭീഷണി യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയുണ്ടോ? ട്രംപിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഏകപക്ഷീയമായ ആക്രമണത്തിലേക്ക് ഇറാൻ പോകില്ല. പക്ഷേ ഈ ട്രംപിൻ്റെ സ്തുതിപാഠകരും പാശ്ചാത്യ മാധ്യമങ്ങളുമൊക്കെ പറയുന്നത് പോലെ ആയത്തുള്ള അലി ഖാംനെയെ വധിക്കുകയോ തട്ടിക്കൊണ്ടു പോവുകയോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്ന വിധത്തിൽ അമേരിക്കയുടെ ഏതെങ്കിലും യുദ്ധസമാനമായ നീക്കങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇറാനെ സംബന്ധിച്ച് അവർ കടുത്ത രീതിയിലേക്ക് മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ നോക്കുക, അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിക്കും എന്ന തരത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും ആദ്യഘട്ടത്തിൽ വാർത്തകളും റിപ്പോർട്ടുകളും പുറത്തുവിട്ടു.
നഷ്ടപ്പെട്ടു. അതിന് കാരണമായത് ഇസ്രായേലിൻ്റെ പ്രകോപനമാണ്. അതായത് ഇസ്രായേൽ ഒരു സുപ്രഭാതത്തിൽ അമേരിക്കയോട് പറയുകയാണ്, ഇപ്പം തന്നെ ഇറാനെ തീർക്കണം, ഇറാൻ വലിയ ശക്തിയായിട്ടുണ്ട്, അവരിനിയും വളർന്നാൽ നമുക്ക് വലിയ തിരിച്ചടിയാണെന്ന് പറഞ്ഞ് ഇസ്രായേലാണ് ഈ പറയുന്ന യുദ്ധത്തിന് കോപ്പ് കൂട്ടിയത്. അപ്പോഴും ഇറാൻ പറഞ്ഞത്, ഞങ്ങൾ ഏകപക്ഷീയമായ ഒരു ആക്രമണത്തിനില്ല, പക്ഷേ ഞങ്ങൾക്ക് നേരെ ഒരു ആക്രമണം വന്നാൽ ഞങ്ങൾ വെറുതെ വിടില്ല, ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഇറാൻ നിലപാടെടുത്തു. അങ്ങനെയാണ് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം യുദ്ധസമാനമായൊരു സാഹചര്യം, യുദ്ധാന്തരീക്ഷം പശ്ചിമേഷ്യയിൽ മുറുകുന്നത്. പക്ഷേ ആ സമയത്ത് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച്, അമേരിക്കയെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ട്, സൈനികമായൊരു ആക്രമണം ഇറാനിലേക്ക് നടത്തിയാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ഇറാനിലെ ആഭ്യന്തര കലാപം മൂർച്ഛിപ്പിക്കുന്ന വിധത്തിലേക്ക്, അല്ലെങ്കിൽ ഇറാനിൽ ഒരു അടിയന്തരാവസ്ഥ, ഭരണപരമായ ഒരു അടിയന്തരാവസ്ഥ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്ന വിധത്തിൽ അവിടെ ഒരു വലിയ ആഭ്യന്തര സംഘർഷമുണ്ടാക്കി. ഇറാൻ തന്നെ കണ്ടെത്തി ദിവസങ്ങൾക്കിപ്പുറം ആ കലാപത്തിന് പിന്നിൽ, ആഭ്യന്തര സംഘർഷത്തിന് പിന്നിൽ അമേരിക്കയാണ്, ഇസ്രായേലിൻ്റെ ഏജൻസികളാണ്. അതായത് മൊസാദ് ഉൾപ്പെടെയുള്ള ചാര ഏജൻസികൾ ഇറാനിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ, അല്ലെങ്കിൽ ജെൻസി യുവ തലമുറയിൽപ്പെട്ട ആളുകളെ വിലക്കെടുക്കുകയോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദത്തിലാക്കുകയോ ചെയ്തിട്ട് അവരെക്കൊണ്ട് അവിടുത്തെ തെരുവുകൾക്ക് തീയിടുക, അല്ലെങ്കിൽ അവിടെ പ്രക്ഷോഭം ഉണ്ടാക്കുക. അതാണ് സംഭവിച്ചത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇറാൻ ഭരണകൂടത്തിന് ഒരു അവ്യക്തതയുണ്ടായി. അതിപ്പോൾ ഏത് രാജ്യമായാലും ഒരു വലിയ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് പൊടുന്നനെ അത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ പതിയെ ഇറാൻ ആ പ്രക്ഷോഭത്തെ അതിജീവിച്ചു. ഏതാണ്ട് 31-32 പ്രവിശ്യകളിൽ വലിയ പ്രക്ഷോഭമുണ്ടാവുകയും അവിടെ തെരുവുകൾക്ക് തീയിടുകയും സർക്കാർ ഓഫീസുകൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്ന നിലയിലേക്ക് കലാപം മൂർച്ഛിച്ചപ്പോൾ ഇറാൻ ആദ്യഘട്ടത്തിൽ ഒന്ന് പരിഭ്രാന്തിയായി. ആ ഭരണകൂടം പിന്നെ ഇതെന്താണെന്ന് അന്വേഷിച്ചു. അങ്ങനെ അവിടുത്തെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ഇതിന് പിന്നിൽ അമേരിക്കയും ഇസ്രായേലുമാണ് എന്ന് വ്യക്തമായി പറഞ്ഞു. അതിനുശേഷം അവിടുത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു, ഇവിടുത്തെ ഭരണം താഴെ പോയാൽ പിന്നെ അമേരിക്കയായിരിക്കും, സാമ്രാജ്യത്വ ശക്തികളായിരിക്കും, നമ്മുടെ ശത്രുക്കളായിരിക്കും നമ്മളെ ഭരിക്കാൻ വരിക. അതുകൊണ്ട് ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ ഇറാന് വേണ്ടി, ഇറാൻ എന്ന രാജ്യത്തിന് വേണ്ടി ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് അവിടുത്തെ പ്രസിഡന്റും ആത്മീയാചാര്യനും ഉൾപ്പെടെ ജനങ്ങളോട് പറഞ്ഞു. ഇതോടുകൂടി ലക്ഷക്കണക്കിന് ജനങ്ങൾ ഭരണത്തിന് അനുകൂലമായി അവിടുത്തെ ഭരണകൂടത്തിന് വേണ്ടി തെരുവിലിറങ്ങുകയും പ്രക്ഷോഭകരെ ആട്ടി ഓടിക്കുകയും ചെയ്തു. അതിനിടയിൽ ഇറാൻ്റെ സൈന്യവും പോലീസും ഒക്കെ ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച വിധ്വംസക ശക്തികളെ, അതായത് ആ രാഷ്ട്രത്തിൽ നിന്നുകൊണ്ട് ആ രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ, അത് ഏത് രാജ്യത്തായാലും ഏത് രാഷ്ട്രത്തിലായാലും അവരെ ഭരണകൂടം കാണുക രാഷ്ട്രവിരുദ്ധർ അല്ലെങ്കിൽ രാജ്യവിരുദ്ധർ എന്ന ലേബലിൽ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യവിരുദ്ധരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി അവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങുന്നു, സൈന്യം ഒറ്റക്കെട്ടായി ഇറങ്ങുന്നു, അവിടുത്തെ പോലീസ് വ്യാപകമായി തെരച്ചിലുകൾ നടത്തുന്നു. അങ്ങനെ ഏതാണ്ട് 5000-ലധികം പ്രക്ഷോഭകരെ കണ്ടെത്തി വധിച്ചു. അവരെല്ലാം തന്നെ രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ പാശ്ചാത്യ ഏജൻസികളുടെ വക്താക്കളാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഫണ്ട് വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിൽപ്പെട്ടുകൊണ്ട് അവരുടെ സ്വന്തം രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളവരാണ് എന്ന കണ്ടെത്തലിലേക്ക് കൃത്യമായി തന്നെ ഇറാൻ എത്തി. അങ്ങനെ അവരെ ലൊക്കേറ്റ് ചെയ്ത് അവർക്കെതിരായ നീക്കങ്ങൾ നടത്തി പ്രക്ഷോഭകരെ വധിക്കാനും അതുപോലെ തന്നെ അതിൽ നിരവധി ആളുകളെ, ഏതാണ്ട് 15000-ലധികം ആളുകളെ വധിച്ചിട്ടുണ്ട് എന്ന അനൗദ്യോഗികമായ ചില ഏജൻസികൾ കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. അതേസമയം 15000-ലധികം പേര് അല്ലെങ്കിൽ 10000-കണക്കിന് ആളുകളെ തടവിൽ പാർപ്പിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ ചില ഏജൻസികൾ പുറത്തുവിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും അവിടെ ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ അവിടുത്തെ മാധ്യമ പ്രവർത്തനത്തിലൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ ഇപ്പോൾ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ കണക്കുകൾ നമുക്ക് വ്യക്തമായി ഒരു അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയും പുറത്തുവിടുന്നില്ല എങ്കിലും നിലവിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഏതാണ്ട് 5000-നടുത്താണ് എന്നും ഇവരൊക്കെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചവരാണ് എന്നുമുള്ള ഒരു ഏകദേശ കണക്കുകളും റിപ്പോർട്ടുകളുമാണ് പുറത്തു വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വിവരങ്ങൾ വേറെ വരുന്നുണ്ട്. അതായത് അവിടുത്തെ ഖാംനെയി ഭരണകൂടത്തെ തകർക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും ഏജൻസികളും രംഗത്ത് വരികയും ഇവരെ കൃത്യമായി ഈ ഭരണകൂടം ടാർഗറ്റ് ചെയ്ത് അവരുടെ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് അതിൽ പ്രധാനികളെ തടവിലാക്കിക്കൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് തങ്ങളുടെ രാജ്യത്ത് ഇത്രയും വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ചത് എന്ന നിലയിലേക്ക് ഒരു വലിയ ഇൻ്റലിജൻസ് അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായി പലരും പാശ്ചാത്യ മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും ഒക്കെ പറഞ്ഞ പോലെ ഇറാൻ ഇപ്പോൾ അവസാനിക്കും, ഇറാൻ ഇപ്പോൾ തീരും, ഖാംനെയി ഭരണകൂടം അവസാനിക്കും, ഖാംനെയി പിടിച്ചു. ഇതൊന്നും നടന്നിട്ടില്ല. പക്ഷേ
നടന്ന സംഭവം എന്ന് പറയുന്നത് ഇറാൻ അവരുടെ രാജ്യവിരുദ്ധരായ ശക്തികളെ തകർക്കുന്നു. ഇറാൻ എന്ന രാജ്യം പതിയെ പതിയെ ആഭ്യന്തര പ്രക്ഷോഭത്തെ ഇല്ലാതാക്കുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, അതായത് ഇറാൻ്റെ കറൻസിയുടെ തകർച്ചയടക്കം വ്യാപാര മാന്ദ്യമടക്കം ഉള്ള സകല പ്രശ്നങ്ങളുടെയും ഉത്തരവാദികൾ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ ചുമത്തിയിട്ടുള്ള ഉപരോധങ്ങളും കടുത്ത തീരുവകളുമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. അതിനെതിരെ ശക്തമായി ഒന്നിച്ചു നിന്നുകൊണ്ട് ഇറാൻ ജനത പാശ്ചാത്യ ലോകത്തിനെതിരെ, സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പോരാടുന്നു. അതാണ് ഇപ്പോൾ കാണുന്ന കാഴ്ച. അതായത് ഈ ആഭ്യന്തര കലാപം കൊണ്ട്, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വെല്ലുവിളികൾ കൊണ്ട് ഇറാൻ ശക്തമാകുന്നു. കുറെ കൂടി ഐക്യത്തോടു കൂടി ഖാംനെയി ഭരണകൂടം ഉയർത്തെഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ കരുത്താർജിക്കുന്നു എന്ന നിലയിലേക്കാണ് ഇറാനിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ട്രംപ് എന്താണോ ഉദ്ദേശിച്ചത് അതിന് നേരെ വിപരീതമായ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. അത് ആത്യന്തികമായി തിരിച്ചടിയാകുന്നത് ഇസ്രായേലിന് തന്നെയാണ്, ഒപ്പം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയ്ക്കുമാണ്. അതായത് ഇറാൻ്റെ തകർച്ച കണ്ടവരൊക്കെ ഇറാൻ്റെ വളർച്ച കണ്ട് അന്തം വിടുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഇറാൻ്റെ കരുത്തും ഐക്യപ്പെടലും കണ്ട് ഞെട്ടിപ്പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നുവെന്ന് പറയാം വിദ്യ.